ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, രാവിലെ തന്നെ എന്നെ ഒരാൾ ഫോൺ ചെയ്തപ്പം ഞാൻ കോഫി ബ്രേക്കിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റി. കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം കുറെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, പുള്ളി ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ വീഡിയോ കാണുമ്പോൾ അതിന്റെ കമന്റുകൾ വായിച്ചു നോക്കാറുണ്ട്. കമന്റിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ് കണ്ടു എന്ന് പറഞ്ഞു. നെഗറ്റീവ് കമന്റ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നോക്കാത്തത്. പിന്നെ എനിക്ക് കമന്റുമായിട്ട് യാതൊരു ബന്ധമില്ല. എനിക്ക് ഇതിൽ നിന്ന് പണം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ വേണം എന്ന് ഞാൻ പറയോ. നെഗറ്റീവ് പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ഇട്ടോളൂ, പിന്നെ ലൈക്ക് ചെയ്യണം, പിന്നെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. ആ പരിപാടിയൊന്നും നമുക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അതുകൊണ്ട് പണം ഉണ്ടാക്കാനുള്ള ഇതുകൊണ്ട് പണം ഉണ്ടാക്കാന്നുള്ള ഒരു ലക്ഷ്യമല്ല എന്റേത്. ഇതുകൊണ്ട് ആരെങ്കിലും ഒരാൾക്ക് ജോലി ശരിയായി കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന മനസ്സിന്റെ ഒരു സന്തോഷം, അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് ഞാൻ കണക്കുകൂട്ടുന്നു. അപ്പൊ എന്തായാലും പുള്ളിക്ക് ഇന്റർവ്യൂ കിട്ടി. പുള്ളിക്ക് ഇന്റർവ്യൂ റോയൽ കരീബിയനിൽ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് പുള്ളി സംസാരിച്ചത്. അപ്പൊ പുള്ളി ഭയങ്കര സന്തോഷമാണ്. പുള്ളി പറഞ്ഞു ഞാൻ കമന്റ് റിപ്ലൈ ഞാൻ ഇടും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താന്ന് വെച്ചാക്കി, പക്ഷെ എനിക്ക് കുഴപ്പമില്ല. എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പുള്ളി പറഞ്ഞത്. അപ്പോ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോളോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോളോ എന്ന് പറയുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസി ഇന്ത്യയിലുണ്ട്. ഗവൺമെന്റ് അപ്രൂവ്ഡ് ഏജൻസിയാണ്. ഗവൺമെന്റ് അപ്രൂവ്ഡ് ഏജൻസിയുടെ മാത്രമേ ഞാൻ ഇന്നുവരെ വീഡിയോ ചെയ്തിട്ടുള്ളൂ, അത് ചെയ്യാറുള്ളൂ. അപ്പോ അപ്പോളോ എന്ന് പറയുന്ന ഏജൻസിയിൽ ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അതിൽ കുറെ വേക്കൻസികൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ക്രൂസ് ചെയ്യുന്ന കോഡേല ക്രൂസസ് എന്ന് പറയുന്ന അവരുടെ ഇതിലേക്കാണ് എടുക്കുന്നത്. അതിലേക്ക് മാത്രമല്ല, അപ്പോളോ ഒരുപാട് കമ്പനികൾക്ക് വേണ്ടിയിട്ട് മാൻ പവർ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ്, ഒരു ഏജൻസിയാണ് അപ്പോളോ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അവരുടെ അടുത്ത് ഇപ്പം വേക്കൻസികൾ ഉള്ളത്, പിന്നെ എങ്ങനെയാണ് അതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോളോയിലേക്ക് നിങ്ങൾ മിക്കവാറും ആളുകളും അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോളോയിൽ ഏകദേശം 47 പൊസിഷനാണ് ഇപ്പം അവൈലബിൾ ആയിട്ട് ഉള്ളത്. അപ്പൊ എന്തായാലും എന്തൊക്കെയാണ് പൊസിഷൻ എന്ന് ഞാൻ ആദ്യം അങ്ങ് പറയാം. പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോയുടെ ലെങ്ത് വളരെ നീളമില്ലാതായി കിട്ടും. അതുകൊണ്ട് ഇപ്പോ ഏകദേശം ഒരു 10-30 എണ്ണം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാം ഒന്നും എഴുതുന്നില്ല. 47 പൊസിഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും അതിനകത്ത് സൈറ്റിൽ കയറും. അപ്ലൈ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സൈറ്റിൽ കയറി നോക്കും. അപ്പം നിങ്ങളുടെ പൊസിഷൻ അവിടെ ഉണ്ടോ എന്ന് നോക്കുക. എന്തായാലും ഞാൻ ചുരുക്കി എന്ന് പറയാം. 10-20 പൊസിഷൻ ഞാൻ പറഞ്ഞുതരാം. പ്രൊവിഷൻ മാസ്റ്ററിന്റെ പൊസിഷൻ ഉണ്ട്. ഇപ്പോൾ പ്രൊവിഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റോറുകളുടെ മൊത്തത്തിൽ ഇൻചാർജ് എന്നാണ് പൊസിഷൻ. അടുത്ത ബട്ട്ലറിന്റെ പൊസിഷൻ ഉണ്ട്. ബട്ട്ലർ ഹൗസ് കീപ്പിംഗിലാണ് വരുന്നത്. ബട്ട്ലറിന്റെ പൊസിഷൻ ഉണ്ട്. സൊമലിയറിന്റെ പൊസിഷൻ ഉണ്ട്. സൊമലിയർ എന്ന് പറഞ്ഞാൽ വൈനിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ആള്, വൈനിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഉള്ള ആളെയാണ് സൊമലിയർ എന്ന് പറയുന്നത്. ഇനി ഡെക്സ്റ്റിവേർഡിന്റെ പൊസിഷൻ. ഡെക്സ്റ്റിവേർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നോർമൽ ലെവലിൽ, ഏറ്റവും താഴെ ബേസിക് ലെവലിലുള്ള ഒരു ജോബാണ്. കമ്പനി പറയുന്നത് 8ാം ക്ലാസ് പാസ്സായാൽ മതി എന്നാണ്. ആരും കമ്പനി പറയുന്നത് കേട്ടിട്ട് 8ാം ക്ലാസ് പാസ്സായാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ തെറി വിളിക്കരുത്. ആദ്യമേ ഞാൻ പറയാം, 8ാം ക്ലാസ് പാസ്സായാൽ നമുക്ക് CDC എടുക്കാൻ പറ്റില്ല, STCW എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആ ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. കമ്പനി ചിലപ്പം പറയും ഓക്കെ എന്നൊക്കെ പറയും, പക്ഷെ നമുക്ക് ആ ജോലി കിട്ടില്ല. കിട്ടണമെങ്കിൽ നമുക്ക് STCW വേണം. ഡെക്സ്റ്റിവേർഡ്, ഹെഡ് ബട്ട്ലറിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു. ഹെഡ് ബട്ട്ലർ, അസിസ്റ്റന്റ് ബട്ട്ലർ രണ്ടും ഉണ്ട് കേട്ടോ. പിന്നെ റെസ്റ്റോറന്റ് മാനേജറിന്റെ ഉണ്ട്. അത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ എടുക്കുള്ളൂ. ആദ്യം ഞാൻ പറയാം, റെസ്റ്റോറന്റ് മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു ഹയർ ലെവലിലുള്ള പൊസിഷനാണ്. സൂഷെഫിന്റെ പൊസിഷൻ ഉണ്ട്. ഏഷ്യൻ ഷെഫ് ദെ കൊസിൻ ഉണ്ട്. അസിസ്റ്റന്റ് ലിനൻ കീപ്പർ ഉണ്ട്. അസിസ്റ്റന്റ് ലിനൻ കീപ്പറിന്റെയും ഈ പറഞ്ഞ പോലെയാണ്, ബേസിക് ആയിട്ടുള്ള ഒരു ജോബാണ്. ഷെഫ് ദെ പാർട്ടി ഉണ്ട്. ചീഫ് ഹൗസ് കീപ്പർ എന്ന് പറഞ്ഞാൽ ഹൗസ് കീപ്പിന്റെ ഇൻചാർജ് ആണ്. അപ്പൊ അതും എക്സ്പീരിയൻസ് നല്ലോണം ഉള്ളവരെ മാത്രമേ എടുക്കുള്ളൂ. അടുത്ത തയ്യക്കാരന്റെ ഉണ്ട്. ടൈലറിന്റെ വേക്കൻസി ഉണ്ട്. മിക്കവാറും ഞാൻ പറയാറുണ്ട്, ഇത് വളരെ എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു വേക്കൻസിയാണ്. അതിന് നമ്മുടെ സർട്ടിഫിക്കറ്റ് വേണം, അത്രയേ ഉള്ളൂ. ഫ്രഞ്ച് ഷെഫ് ദെ കൊസിൻ ഉണ്ട്. സൂഷെഫിന്റെ വേക്കൻസി ഉണ്ട്. യൂട്ടിലിറ്റി, ഏറ്റവും താഴെയുള്ള പൊസിഷനായ യൂട്ടിലിറ്റിയുടെ പൊസിഷനും ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. മാട്രഡി, അതായത് വെയിറ്ററിന്റെ മുകളിൽ എന്നാൽ മാനേജർ ലെവലിന് താഴെയുള്ള ഒരു പൊസിഷനാണ് മാട്രഡി എന്ന് പറയുന്നത്. അസിസ്റ്റന്റ് ബേക്കറിന്റെ ഉണ്ട്. കുറെ ഷെഫ്മാരുടെ പൊസിഷൻ ഉണ്ട്. ഹെഡ് യൂട്ടിലിറ്റി ഉണ്ട്. പേസ്ട്രി ഷെഫിന്റെ ഉണ്ട്. പ്രൊവിഷൻ മാസ്റ്റർ, നേരത്തെ ഞാൻ പറഞ്ഞു പ്രൊവിഷൻ മാസ്റ്ററിന്റെ. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സൈറ്റിലേക്ക് പോകേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് തുടർന്ന് കാണാം. ഒരു 2-3 മിനിറ്റ് കൂടെ ഉണ്ടാവുള്ളൂ. തുടർന്ന് കാണുക. അപ്പം അതിനകത്ത് എല്ലാം വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ദയവായിട്ട് കണ്ടിന്യൂ ആയിട്ട് കാണുക. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉള്ള വീഡിയോ ഉള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അറിയാത്തവർ പഴയ നമ്മുടെ വീഡിയോ നോക്കിയാൽ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ പ്രധാനപ്പെട്ട അവരുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയും ഇങ്ങനെ തോന്നുന്നുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെന്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ മൊത്തത്തിൽ ഞാനിപ്പോൾ ഹൗസ് കീപ്പിങ്ങിന്റെ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ നമുക്ക് ഓൾ ജോബ്സിലേക്ക് പോവാം. സി ഓൾ ജോബ്സ്. ഓക്കെ, ഓൾ ജോബ്സിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇവിടെ 47 പൊസിഷനാണ് ഇപ്പോൾ ഉള്ളത്. 47 പൊസിഷൻ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ ഉള്ളത്. ബട്ട്ലർ ഉണ്ട്, സൊമലിയർ ഉണ്ട്, ഡെക്സ്റ്റീബേർഡ് ഉണ്ട്, ഹെഡ് ബുച്ചർ ഉണ്ട്, അസിസ്റ്റന്റ് ബുച്ചർ ഉണ്ട്, റെസ്റ്റോറന്റ് മാനേജർ ഉണ്ട്, സൂഷഫ് ഉണ്ട്, ഏഷ്യൻ ക്വസ്റ്റ്യൻ ഉണ്ട്, അസിസ്റ്റന്റ്, അങ്ങനെ ഒരുപാടെണ്ണം ടൈലർ ഉണ്ട്, സൂഷഫ് ഉണ്ട്, യൂട്ടിലിറ്റി സ്റ്റോർ കീപ്പർ ഉണ്ട്, മാട്രഡി ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ മെയിനായിട്ട് ഇതുപോലെ നോക്കുക നിങ്ങൾ. അപ്പം ഒരുപാട് പേര് നമ്മുടെ സുഹൃത്തുക്കൾ, അതായത് ഒരുപാട് മെസ്സേജ് അയക്കുന്ന ആളുകൾ, സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന കുറേ ആളുകളുണ്ട്. കുറേ പേര് എന്താ പറയുക, അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്ത കാര്യം പറയുന്നുണ്ട്. അപ്ലൈ ചെയ്ത് കിട്ടാത്തവർ തീർച്ചയായിട്ടും നിങ്ങളുടെ CV ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. CV വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതുപോലെ കുറേ പൊസിഷൻ ഉണ്ട് ഏറ്റവും താഴെ വരുമ്പോൾ. അപ്പോൾ ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ് ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ വളരെ എന്താ പറയുക, യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൈറ്റാണ് ഉണ്ടാക്കിയത്. ഇതാ നിങ്ങൾക്ക് ഇനിയിപ്പം ഓരോ ഡിപ്പാർട്ട്മെന്റ് ത്രൂ പോകണമെങ്കിൽ ഇങ്ങനെയും പോവാം. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ത്രൂ പോകണം എങ്കിൽ റൈറ്റ് സൈഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഓക്കെ, അഡ്മിനിസ്ട്രേഷന്റെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അഡ്മിന്റെ ഓപ്പർച്യൂണിറ്റിയെ പറ്റിയിട്ട്. ഓക്കെ, എന്തായാലും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിനകത്ത് ക്ലിക്ക് ഇത് ചെയ്യേണ്ടതെന്നുള്ള, അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഓൾ ജോബ്സിൽ പോയി അതിനുശേഷം മാനേജ്മെന്റിൽ പോയി കഴിഞ്ഞാൽ ചിലതിനകത്ത് ഒരു പൊസിഷനൊക്കെ ഉണ്ടാവുള്ളൂ, ഒരു ഒറ്റ പൊസിഷനേ ഉള്ളൂ ചില ഇതിൽ. എന്താണ്, ഓക്കെ, ബാറിൽ പോയി. ഓക്കെ, ഡെക്സ്റ്റീബേർഡ് നമുക്ക് നോക്കാം. ഏറ്റവും താഴെയുള്ള ഡെക്സ്റ്റീബേർഡിന്റെ ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ഡെക്സ്റ്റീബേർഡിന്റെ പൊസിഷൻ ഇതാണ്, ബാറിൽ ഏറ്റവും താഴ്ന്ന പൊസിഷൻ നോക്കാം നമുക്ക്. അപ്പോൾ ഇതാ കമ്പനി ഇവിടെ പറയുന്നുണ്ട് 8ാം ക്ലാസ് മതി എന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. പ്രൈമറി എന്തൊക്കെയാണ് നിങ്ങളുടെ ജോബ് എന്നൊക്കെ പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഷിപ്പിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ ഇവർ പറയുന്നുണ്ട്. ഇത് മൊത്തമായിട്ട് വായിച്ചു നോക്കണം. വായിക്കാതെ വെറുതെ എന്താണ് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, വായിച്ചു നോക്കണം. ഓക്കെ, ഇനി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് വേണ്ടത്, പിന്നെ നിങ്ങളുടെ എന്താണ് ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്, എല്ലാ കാര്യവും ഇതിനകത്ത് പറയുന്നുണ്ട്. വായിച്ച് നോക്കാതെ ഒരു കാരണവശാലും അപ്ലൈ ചെയ്ത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ജോബാണെങ്കിൽ വെറുതെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോളജ്, എക്സ്പീരിയൻസ്, സ്കിൽസ് ആൻഡ് എബിലിറ്റി. ഓക്കെ, ഇതാ എന്തൊക്കെയാണ് റിക്വയർഡ് എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, വായിക്കാനും എഴുതാനും അറിഞ്ഞിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ, പിന്നെ മേക്ക് ഡിസിഷൻ എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. കോസ്റ്റ് ആൻഡ് ക്വാളിറ്റി കോൺഷ്യസ് ആയിരിക്കണം. ഓക്കെ, പ്രിഫേർഡിനകത്താണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഫ്ലുവൻസി, അഡീഷണൽ ലാംഗ്വേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലത്. ഹോസ്പിറ്റാലിറ്റി ഫീൽഡിൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലത്. ക്രൂസ് ഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലത്. ഇനി ഇതൊന്നും അല്ലാതെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കൂ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ എലമെന്ററി ആൻഡ് മിഡിൽ സ്കൂൾ 8ാം ക്ലാസ് 8th ഗ്രേഡ് എഡ്യൂക്കേഷൻ ഓർ ഹയർ എന്നാണ് പറയുന്നത്. ഓക്കെ, STCW പ്രിഫേർഡ് ആണ്, വേണം നിർബന്ധമില്ല, അത് പിന്നീട് എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 8ാം ക്ലാസ് എന്ന് പറയുന്നത് 8ാം ക്ലാസ് തത്തുല്യമോ എന്ന് പറയില്ലേ, അത് തന്നെ സംഭവം, വേറൊന്നുമില്ല. ഓക്കെ, അതർ സ്കിൽസിലും കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴേക്ക് പോവുക. താഴേക്ക് പോയിട്ട് അപ്ലൈ നൗ എന്നുള്ള ഒരെണ്ണം ഉണ്ടാവും. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്, ഇതാ ഇവിടെ എന്താണ്, അപ്ലൈ ഫോർ ഫുൾ നെയിം വേണം, പിന്നെ നിങ്ങളുടെ മെയിൽ ID വേണം, പിന്നെ ലൊക്കേഷൻ വേണം, പിന്നെ നിങ്ങളുടെ ഒരു CV അയച്ചു കൊടുക്കണം. ഇത്രയും കാര്യം മാത്രം അയച്ചു കൊടുത്താൽ മതി. CV അപ്ലോഡ് ചെയ്യുക, ഇവിടെ ഏറ്റവും ചെറിയ സൈസാക്കിയിട്ട് ചെയ്യണം. ഓക്കെ, മറ്റൊന്നും ചെയ്യാനില്ല, ഇത്രയും മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങൾക്ക് അവരുടെ റിപ്ലൈ വരുന്നതാണ്. എന്തായാലും അവർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ അയക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചിലപ്പോൾ ഓട്ടോ ജനറേറ്റർ റിപ്ലൈ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.